ഹായ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വെബ് സെർവർ ടെക്നോളജീസ് നമ്മൾ ജസ്റ്റ് പറഞ്ഞ് വെച്ചായിരുന്നു അല്ലേ. അപ്പോൾ എന്താണെന്ന് നമുക്ക് ഈ ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ വെബ് സെർവർ ടെക്നോളജീസ് നമ്മൾ ഒരു വെബ് വഴി കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമായിട്ട് വരുന്നുണ്ട്, എന്തൊക്കെ ടെക്നോളജീസാണ് വേണ്ടത്. ഇവിടെ പഠിക്കാനുള്ളത് വെബ് സെർവർ എന്താണ്, അതുപോലെ സോഫ്റ്റ്വെയർ പോർട്ട് എന്താണ്, DNS സെർവേഴ്സ് എന്താണ്. ഈ 3 കാര്യങ്ങളാണ് ഈ വെബ് സെർവർ ടെക്നോളജീസിൽ പഠിക്കാനുള്ളത്. അതെന്താണ് വെബ് സെർവർ ടെക്നോളജീസ് എന്ന് പറഞ്ഞാൽ ചോദിക്കില്ല, സെപ്പറേറ്റഡ് ആയിട്ട് ചോദിക്കുകയുള്ളൂ. വെബ് സെർവർ എന്താ, അതുപോലെ സോഫ്റ്റ്വെയർ പോർട്ട് ഏതാ, ഓരോ പോർട്ട് നമ്പറുകൾ, ഏതൊക്കെ സർവീസാണ് തരുന്നത്, അങ്ങനെയൊക്കെ ചോദിക്കുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വെബ് സെർവർ എന്താണെന്ന് നോക്കാം. അപ്പോൾ വെബ് സെർവർ എന്താ നമ്മൾ മുന്നേ ജസ്റ്റ് ഒന്ന് പറഞ്ഞായിരുന്നു. വെബ് സെർവർ എന്ന് പറയുന്നത് എന്താണ്, ഒരു കമ്പ്യൂട്ടറാണ് അല്ലേ. വെബ്സൈറ്റുകളെ അയക്കുന്ന ഒരു കമ്പ്യൂട്ടറാണ് ഈ വെബ് സെർവർ എന്ന് പറയുന്നത്. ഒരു ക്ലയൻറ്റ് ആയിട്ടുള്ളൊരു കമ്പ്യൂട്ടറിൽ നിന്ന് ഒരു റിക്വസ്റ്റ് നമ്മൾ വെബ് സെർവറിലേക്ക് അയക്കുമ്പോൾ ആ റിക്വസ്റ്റിനനുസരിച്ചിട്ടുള്ള വെബ്സൈറ്റുകളെ നമുക്ക് തരിക എന്നുള്ളതാണ് ഒരു വെബ് സെർവർ ചെയ്യുന്ന കാര്യം. അതാണ് ഇവിടെ പറയുന്നത്. The term web server is often used for referring to the server computer that host website. വെബ്സൈറ്റുകളെ ഹോസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു സെർവർ കമ്പ്യൂട്ടർ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഒരു വെബ് സെർവർ എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ തന്നെയാണ്. ആ ഒരു കമ്പ്യൂട്ടറിൽ ഒരു സെർവർ സോഫ്റ്റ്വെയർ, വെബ് സെർവർ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണ് ആ കമ്പ്യൂട്ടർ എന്താവുന്നത്, ഒരു വെബ് സെർവറായി മാറുന്നത്. നമുക്ക് നമ്മുടെ റിക്വസ്റ്റിനനുസരിച്ച് അത് റെസ്പോണ്ട് ചെയ്യാനുള്ളൊരു വെബ് സെർവറായി മാറുന്നത് ഒരു വെബ് സെർവർ അതിൻ്റെ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ളത് കൊണ്ടാണ്. പിന്നെ ഈ ഒരു വെബ് സെർവർ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. വെബ് പേജസിനെ ഡെലിവർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഇമെയിൽ, ബ്ലോഗ് പോലുള്ള സർവീസുകളൊക്കെ നമുക്ക് ഇൻ്റർനെറ്റിലൂടെ അവൈലബിൾ ആക്കി തരിക, യൂസറിനെ അവൈലബിൾ ആക്കി തരിക എന്നുള്ള കാര്യം കൂടിയും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വെബ് സെർവർ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ വെബ് സെർവർ ഈസ് എ പവർഫുൾ കമ്പ്യൂട്ടർ വിച്ച് ഈസ് ഓൾവേസ് സ്വിച്ച്ഡ് ഓൺ ആൻഡ് കണക്റ്റഡ് ടു എ ഹൈ ബാൻഡ്വിഡ്ത്ത് ഇൻ്റർനെറ്റ് കണക്ഷൻ. അതുപോലെ ഒരു വെബ് സെർവർ എന്ന് പറയുന്നത് ഒരു പവർഫുൾ കമ്പ്യൂട്ടറാണ്, ഓൾവേസ് ഓൺ ആണ്, സ്വിച്ച് ഓൺ ആണ്. അതുപോലെ ഹൈ ബാൻഡ്വിഡ്ത്ത് ഇൻ്റർനെറ്റ് കണക്ഷനായിട്ട് കണക്റ്റഡ് ആയിരിക്കും ഓൾവേസ്. അത് എപ്പോഴും നമുക്ക് ആക്സസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഒരു വെബ് സെർവർ നമുക്ക് നല്ല രീതിക്ക് അത് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റേതായിട്ടുള്ള മൾട്ടിപ്പിൾ പ്രോസസ്സേഴ്സ്, അതുപോലെ അതിൻ്റെ റിക്വയർമെൻറ്റ്സിനനുസരിച്ചിട്ടുള്ള റാം, ഹൈ പെർഫോമൻസ് ഹാർഡ് ഡിസ്ക്, ഈതർനെറ്റ് കാർഡ്സ്, ഇതെല്ലാം അതായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. അതുപോലെ ഫാസ്റ്റ് ഇൻ്റർനെറ്റ് കണക്ടിവിറ്റിയും പവർ സപ്ലൈയും ഒക്കെ കൊടുത്ത് ഒരു ഡാറ്റാ സെൻറ്ററിലായിരിക്കും ഒരു വെബ് സെർവർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരിക്കുക. ഇനി ഒരു ഡാറ്റാ സെൻറ്റർ എന്ന് വെച്ചാൽ എന്താ, ഒരു ഡാറ്റാ സെൻറ്റർ എന്ന് പറയുന്നത് ഒരു ഡെഡിക്കേറ്റഡ് ഫിസിക്കൽ ലൊക്കേഷനാണ്. അവിടെ ഒരു സ്മൂത്തനിങ് ആയിട്ട് ഒരു വെബ് സെർവറിൻ്റെ ഫങ്ഷനാലിറ്റീസ് നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫിസിക്കൽ ലൊക്കേഷനാണ് ഡാറ്റാ സെൻറ്റർ. അവിടെ അതിൻ്റെ നെറ്റ്വർക്കിംഗ് സിസ്റ്റംസും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഒരു വെബ് സെർവർ നല്ല രീതിക്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കൂളിംഗ് സിസ്റ്റം, പവർ സപ്ലൈ, അതുപോലെ ഹൈ സ്പീഡ് നെറ്റ്വർക്ക് കണക്ഷൻസ്, സെക്യൂരിറ്റി സിസ്റ്റംസ് ഒക്കെ ഈ ഡാറ്റാ സെൻറ്ററിൽ ഉണ്ടായിരിക്കും. ഇനി നെക്സ്റ്റ് ടെക്നോളജിയാണ് സോഫ്റ്റ്വെയർ പോർട്സ്. എന്താണ് സോഫ്റ്റ്വെയർ പോർട്സ് എന്ന് നമുക്ക് നോക്കാം. സോഫ്റ്റ്വെയർ പോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ എക്സ്റ്റേണൽ ഡിവൈസസുകളുണ്ടല്ലോ, കമ്പ്യൂട്ടറിൻ്റെ എക്സ്റ്റേണൽ ഡിവൈസസ്. അപ്പോൾ ഈ ഹാർഡ്വെയർ പോർട്ടുകളുണ്ട്, സോഫ്റ്റ്വെയർ പോർട്ടുകളുണ്ട്. അപ്പോൾ ഈ ഹാർഡ്വെയർ പോർട്ട് എന്ന് പറയുന്നത് എന്താ, നമ്മുടെ കമ്പ്യൂട്ടറിനെ മറ്റുള്ള എക്സ്റ്റേണൽ ഡിവൈസസ്, ഇപ്പോൾ കീബോർഡ്, മൗസ്, സ്കാനർ, പ്രിൻ്റർ പോലെയുള്ള എക്സ്റ്റേണൽ ഡിവൈസസ് ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹാർഡ്വെയർ പോർട്ടുകൾ നമ്മൾ യൂസ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന PS2 പോർട്ട്, അതുപോലെ അങ്ങനെ കുറച്ച് പോർട്ടുകളൊക്കെ ഉണ്ട്. ഇനി സോഫ്റ്റ്വെയർ പോർട്ട് എന്ന് വെച്ചാൽ എന്താ, അതായത് നമ്മളുടെ ക്ലയൻറ്റിൻ്റെ കമ്പ്യൂട്ടറും
സെർവറിൻ്റെ കമ്പ്യൂട്ടറും തമ്മിൽ ഒരു സർവീസുകൾ, ഇപ്പോൾ HTTP, FTP, SMTP പോലുള്ള സർവീസുകളെ പ്രൊവൈഡ് ചെയ്യാൻ, അല്ലെങ്കിൽ ആ സർവീസുകളെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ക്ലയൻറ്റിൻ്റെ കമ്പ്യൂട്ടറും സെർവറിൻ്റെ കമ്പ്യൂട്ടറും തമ്മിൽ കണക്ട് ചെയ്യുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ സോഫ്റ്റ്വെയർ പോർട്ട് എന്ന് പറയുക. ബേസിക്കലി അത് യൂസ് ചെയ്യണത് HTTP, FTP, SMTP പോലുള്ള സർവീസുകളെ ആക്സസ് ചെയ്യാൻ വേണ്ടി ക്ലയൻറ്റിൻ്റെ കമ്പ്യൂട്ടറും സെർവറിൻ്റെ കമ്പ്യൂട്ടറും തമ്മിൽ കണക്ട് ചെയ്യാനായിട്ടാണ് സോഫ്റ്റ്വെയർ പോർട്ടുകൾ നമ്മൾ യൂസ് ചെയ്യണത്. അത്രേ ഉള്ളൂ. ഇപ്പോൾ ഇനി പറയാനുള്ളത് ഒരു സോഫ്റ്റ്വെയർ പോർട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള സർവീസുകൾ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. എക്സാമ്പിൾ ഇമെയിൽ, ഫയൽ ട്രാൻസ്ഫർ, അതുപോലെയുള്ള സർവീസുകളെ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റുന്നു. പിന്നെ ഒരു സോഫ്റ്റ്വെയർ പോർട്ടിൽ 16 ബിറ്റ് നമ്പർ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഒരു പോർട്ട് നമ്പർ എന്ന് പറയുന്നത് 16 ബിറ്റ് നമ്പർ ആയിരിക്കും. ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ഒരു സോഫ്റ്റ്വെയർ പോർട്ട്. http://google.co.in:80. ഈ 80 എന്ന് പറയുന്നതാണ് ഇവിടുത്തെ സോഫ്റ്റ്വെയർ പോർട്ട്. അങ്ങനെ പല പോർട്ട് നമ്പേഴ്സും ഉണ്ട്. ഓരോ പോർട്ട് നമ്പേഴ്സിനും ഓരോ സർവീസുകളാണുള്ളത്. നമുക്ക് നോക്കാം. ഇവിടെ തന്നിട്ടുണ്ട് ഒരു ബോക്സിൽ ടേബിൾ 4.1ൽ സോഫ്റ്റ്വെയർ പോർട്ട് 20 and 21 ആണെങ്കിൽ അത് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോളാണ്, FTP. 22 ആണെങ്കിൽ സെക്യൂർ ഷെൽ, SSH. 25 ആണെങ്കിൽ സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ, SMTP. 53 ആണെങ്കിൽ ഡൊമൈൻ നെയിം സിസ്റ്റം സർവീസ്, DNS. 80 ആണെങ്കിൽ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ, HTTP. 110 ആണെങ്കിൽ പോസ്റ്റ് ഓഫീസ് പ്രോട്ടോക്കോൾ, POP3. 443 ആണെങ്കിൽ HTTP സെക്യൂർ, HTTPS എന്ന് പറയും. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സോഫ്റ്റ്വെയർ പോർട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ പോർട്ട് നമ്പറും സർവീസുകളും പഠിച്ചു വയ്ക്കുക. അതിൻ്റെ കൂടെ തന്നെ ഈ ഫുൾ ഫോമുകളുണ്ടല്ലോ, FTP എന്താണ്, SSH എന്താണ്, SMTP എന്താണ്, HTTP, HTTPS, ഇതൊക്കെ ഫുൾ ഫോമുകൾ പഠിച്ചു വയ്ക്കുക. ഒക്കെ 1 വേർഡിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇത്രയാണ് സോഫ്റ്റ്വെയർ പോർട്ട്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് നമ്മളുടെ DNS സെർവർ. അപ്പോൾ DNS സെർവർ എന്താണെന്ന് നോക്കാം. A DNS server runs a special purpose network software that contains a database of domain names and their IP addresses. ഒന്നുമല്ല, ഒരു DNS സെർവർ എന്ന് പറയുന്നത് എന്താ, എപ്പോഴും അതിൽ കുറേ സാധനങ്ങൾ ഉണ്ടായിരിക്കും, നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും, അതന്നെ. അപ്പോൾ ഈ DNS സെർവർ എന്ന് വെച്ചാൽ എന്താ, DNS സെർവറിൽ എന്താ ഉള്ളത്, കുറേ ഡൊമൈൻ നെയിമുകളും ഉണ്ട്, അതിൻ്റെ IP അഡ്രസ്സുകളും ഉണ്ട്. അതാണ് DNS സെർവർ. ഇപ്പം നമ്മളൊരു കാര്യം സെർച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഡൊമൈൻ നെയിം DNSൽ പോയി നോക്കും. DNSൽ പോയി നോക്കിയിട്ട് ആ ഡൊമൈൻ നെയിമിൻ്റെ കറസ്പോണ്ടിങ് IP അഡ്രസ്സുള്ള വെബ് പേജ് ഏതാണോ അതിനെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഡൊമൈൻ നെയിം സെർവർ ഉള്ളത്. അവിടെ കുറേ ഡൊമൈൻ നെയിമുകളുണ്ട്, അതുപോലെ തന്നെ അതിൻ്റേതായിട്ടുള്ള IP അഡ്രസ്സുകളെല്ലാതും സെറ്റ് ചെയ്തൊരു ഡാറ്റാബേസ് പോലെ വെച്ചിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ ആണ് ഈ DNS സെർവർ എന്ന് പറയുന്നത്.